ഇന്നിപ്പോൾ ഞാൻ ഒസങ്കടിയിലാണ് ഉള്ളത്. 6 മണി സമയമായി. നല്ല മഴ വന്ന് പോയതേ ഉള്ളൂ. റോഡെല്ലാം കുണ്ടുകുഴിയാണ്. ഇപ്പോൾ ഒസങ്കടിയിൽ നിന്ന് സിദ്ധവര വരെ പോകുന്ന റോട്ടിൽ എത്ര കഷ്ടമുണ്ടാകും, എന്തൊക്കെയാണ് ഞാൻ ഫേസ് ചെയ്യേണ്ടത്, നേച്ചർ എങ്ങനെയുണ്ട്, മഴ വരുമോ, എവിടേക്ക് മഴ വന്നു, എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നു. ഇതിനകത്ത് ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യാതെ വരുന്ന വണ്ടികളുണ്ട്. പിന്നെ ഓവർടേക്ക് ചെയ്യുന്ന വണ്ടി കണ്ടിട്ട് പോലും ഓവർടേക്ക് ചെയ്തുകൊണ്ട് പറഞ്ഞ ആൾക്കാരുണ്ട്. അതിനെ കുറിച്ചാണ് വീഡിയോ ഇന്ന്. ഇപ്പം മഴ വന്ന് പോയതേ ഉള്ളൂ. ആകാശമെല്ലാം എത്ര നല്ല രസമുണ്ട് നോക്കാൻ. വൈകുന്നേരമാകുമ്പോൾ ബൈക്ക് എടുത്ത് ഒരു 10-20 കിലോമീറ്റർ ഇങ്ങനെ ചുമ്മാതെ കറങ്ങുവാണെങ്കിൽ ഒരു മനസ്സുഖം. കാരണം എന്താ ടെൻഷൻ ഉണ്ടെങ്കിലോ തന്നെ ഇല്ലാതെ ആയി പോയി. എന്തോ ഹെഡ്ലൈറ്റ് ഇട്ട് കളിക്കണേ, ഡിപ്പ് കൊടുത്ത് കളിക്കുക. എനിക്ക് ഡിമ്മേ ഇല്ലാന്നൊക്കെ തന്നെ ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യാനുള്ള പഠിപ്പിച്ച് കൊടുത്തില്ല. KSRTC വന്നെ കണ്ടോ എവിടെയാണ്? ഒന്നാമതേ റോഡ് കേടായി കിടക്കുക, അതിനകത്ത് ഇവർ വരണം. ഗവൺമെൻറ്റിൻ്റെ വണ്ടി പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ്. ആകാശം നോക്കിക്കുക എങ്ങനെയുണ്ടെന്ന്, നല്ല രസമുണ്ട്. അതുമല്ലാതെ മഴ വന്ന് പോയത് കാരണം ഇച്ചിരി തണുപ്പുണ്ട്. ഓടിക്കാൻ നല്ല സുഖമാണ്. ഇച്ചിരി റോഡെല്ലാം പോയി കിടക്കുക, കുഴപ്പമില്ല, എങ്ങനെയെങ്കിലും ഓടിച്ച് പോവാം. നമുക്ക് കറങ്ങിയാൽ മതിയല്ല. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു മൈൻഡ് ഫ്രീ ആവുക, അത്രേ ഉള്ളൂ. നമ്മൾ പിന്നെ വണ്ടി മെയിൻ്റനൻസ് കറക്റ്റായിട്ട് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് അത്ര ഇതില്ല. എന്നാലും ഒരു മനസ്സിൽ ബേജാറാവും ഇങ്ങനത്തെ റോട്ടിൽ വരുമ്പോൾ. നല്ല റോഡ് ഉണ്ടെങ്കിൽ അവിടെ പോവാം. ഞാൻ ഇന്ന് വേറെ സ്ഥലത്ത് പോയത് കൊണ്ട് എനിക്ക് ഒസങ്കടി വരുന്ന കാറേ ഉള്ളത് കൊണ്ട് വന്നതുകൊണ്ട് ഒരു ബേജാറില്ല. അതിന് അത്ര വണ്ടിക്ക് അടി വീഴുക അങ്ങനത്തെ ഇതില്ല, ഒന്നുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനത്തെ ഹെഡ്ലൈറ്റ് ഡിപ്പ് ചെയ്യാൻ അറിയാത്തവരെല്ലാം കിട്ടുമല്ല, അതൊക്കെ കാണിക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. പിന്നെ വൈകുന്നേരം ഇങ്ങനെ ആകാശമെല്ലാം നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുന്ന ഒരു സന്തോഷം ഉണ്ടാവും. എല്ലാം നിങ്ങൾ കാണിപ്പിക്കാൻ വേണ്ടിയാണ്. നമുക്ക് ആകുന്ന അത്ര ബൈക്കോ വണ്ടിയോ കാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സൈക്കിളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഇങ്ങനെ പോയി വരുക. എന്താ ജോലി ഉണ്ടെങ്കിൽ ഇട്ടിട്ട് പോവുക. എന്നും ഇല്ലെങ്കിൽ ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും ബൈക്ക് കാറോ സൈക്കിളോ എന്താ ഒന്നും ഇല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാം. ബസ്സിനകത്താണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും നല്ല നല്ല സ്ഥലങ്ങൾ. ഇല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാലും ഏതെങ്കിലും കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ കുത്തിയിരുന്ന് വർത്തമാനം പറഞ്ഞ് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിൽ ഒരു ഇതുണ്ടാവും. നമുക്ക് എന്താ ടെൻഷൻ ഉണ്ടെങ്കിൽ അത് ഞങ്ങളുടെ തലയിൽ വരാത്ത മാതിരി വർത്തമാനം പറഞ്ഞ് അങ്ങനെ ടൈം പാസ്സാക്കും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളു, വേറെ കിട്ടിയില്ല, അതുകൊണ്ട് ബൈക്കെടുത്തോണ്ട് ആറുണ്ട്. എന്നാൽ ഇങ്ങനത്തെ സ്ഥലം ഞാൻ കണ്ടില്ല, ഇങ്ങനെ നേച്ചറുള്ളത്. ഇത് ഞങ്ങളുടെ കരകെട്ട ഇപ്പം ഞാൻ ഉള്ളത് പള്ളിയാണ്. ഇങ്ങനത്തെ ആകാശം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പറഞ്ഞ് ഈ സമയത്തൊന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. നേരെ പറഞ്ഞു ബൈക്ക് എടുത്തോണ്ട് ഇന്ന് ആദ്യമായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഇത്ര നല്ല ആകാശമെല്ലാം കാണാൻ പറ്റി. പിന്നെ മഴ വന്ന് പോയതേ ഉള്ളൂ, നല്ല തണുപ്പ്, ഇതെല്ലാം അനുഭവിക്കാൻ പറ്റി. ഇപ്പം ഞാൻ വന്നത് കൊണ്ട് കറണ്ട് വന്നതാണെന്നോ, ഇത്ര നേരം കറണ്ട് ഇല്ല, ഇപ്പോൾ കറണ്ട് വന്നു. ഇതെല്ലാം ഒരു സന്തോഷം.
ഇപ്പോൾ ഹെന്നാവയിൽ പറയുന്ന സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ എന്ത് പറ്റിയെന്ന് അറിയില്ലല്ലോ. ഹെഡ് ലൈറ്റെല്ലാം കാണുന്നുണ്ട്. വണ്ടി നിർത്തി വെച്ചേക്കുക. ഇവിടെ എന്താ ഇതില്ല, KSRTC. ഇതെന്തോ ആൾക്കാർ കൂടിയെന്ന് അറിയില്ല. ബസ് പഞ്ചറായിരുന്നു തോന്നുന്നു. പഞ്ചറായി. എല്ലാ ആൾക്കാരും ഷിഫ്റ്റിങ് ചെയ്യുമോയെന്ന് അറിയത്തില്ല. അർജൻറ്റുള്ളവർ പോവാറിക്കും. ബാക്കിയുള്ളവർ ശിവമോഗ പോകുന്ന ബസ് അത് ബസ്സിനകത്ത് കയറി പോകും. വന്ന ബസ്സിനകത്ത് തന്നെ പോവാറിക്കും.